പ്രൈസലോ കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ അച്ഛനുമായിരുന്ന ദൈവോധനം കേൾക്കുന്ന എല്ലാ പ്രിയത്തോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരിയേറെ നാമത്തിലെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. 2 രാജാക്കന്മാർക്കെന്റെ പുസ്തകം 4-ാം അധ്യായം എന്റെ 6-ാമത്തെ വാക്യം. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത്, വളരെ സുപരിചിതമായ അനവധി ദൈവിക സന്ദേശങ്ങൾ കേട്ട് അനവധി ദൂതുകൾ പ്രാപിച്ച് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ടുള്ള വചനമാണ് വായിച്ച ദൈവവചനം. പ്രൈസ്. ഞാൻ പലപ്പോഴും ഈ ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്ന് പകലും ആ വചനം ശുശ്രൂഷിക്കുമ്പോഴേ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക. പ്രൈസ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്, ദൈവം ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴേ സ്തോത്രം, അതിനെക്കുറിച്ച് നമുക്ക് വളരെ കരുതലുണ്ടായിരിക്കണം. പ്രൈസ്. ചില ആളുകളോട് ദൈവാത്മാവ് ഇതിൽ പറയുമ്പോൾ നാളെയാട്ട്, മറ്റന്നാളാട്ട്, പിന്നെയാകട്ടെ, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ ഉദാസീനതയോടെ ആ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ട്. പ്രൈസ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. ദൈവം തമ്പുരാൻ നമ്മോട് കൽപ്പിക്കുന്ന വചനങ്ങളും ദൂതുകളും വാഗ്ദത്തങ്ങളൊക്കെ പ്രാപിക്കാൻ ഉടനടി അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അത് ചെയ്യാൻ. വളരെ തീക്ഷ്ണത വേണം അതിനെക്കുറിച്ച്. ഉപാധികൾ പറഞ്ഞൊഴിയുവാൻ പലരും ശ്രമിക്കുമ്പോൾ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവാക്കുകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് പാത്രം കൊണ്ടുവരിക. ഹല്ലേലൂയ. പാത്രങ്ങൾ തീർന്നുപോയി. കാരണം ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം എണ്ണ നിറഞ്ഞു കഴിഞ്ഞു. പ്രൈസ്. വെള്ളം നിറഞ്ഞൊഴുകുന്ന ഉറവുകളുമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എണ്ണ നിറഞ്ഞൊഴുകുന്ന ഉറവുകളുമുണ്ട് ഭൂമിയിൽ. നമുക്കറിയാം, നമുക്ക് അനവധി വെള്ളം നിറഞ്ഞൊഴുകുന്ന നീരുറവുകളുണ്ട്. അതുപോലെ തന്നെ അറേബ്യ രാജ്യങ്ങൾ നോക്കാമെങ്കിൽ എണ്ണകൾ കവിഞ്ഞൊഴുകുന്ന എണ്ണക്കിണറുകളുണ്ട്. ഹല്ലേലൂയ. ഇത് രണ്ടും മനുഷ്യന് ആവശ്യമാണ്. വെള്ളം നിറഞ്ഞൊഴുകുന്ന ഉറവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നാം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ വില കണക്ക് കൂട്ടിയാൽ നമുക്കൊരിക്കലും കർത്താവിന് വില കൊടുക്കാൻ പറ്റത്തില്ല. അത്രമാത്രം വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സർക്കാരിന്റെ വാട്ടർ കണക്ഷൻ എടുത്താൽ മാസം തോറും ബില്ല് വരും. ആ ബില്ലനുസരിച്ച് നമ്മൾ പൈസ പറ്റില്ലെങ്കിൽ വന്ന് ആ കണക്ഷൻ കട്ട് ചെയ്യും. എന്നാൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു വെള്ളത്തിന്റെ ഉറവ് തുറന്നാൽ അതിന് മാസം തോറുമെന്നല്ല, നിന്റെ ജീവിതകാലം വരെ ബില്ല് വരത്തില്ല. നിന്നോട് ബില്ല് മേടിക്കത്തില്ല. ഒരിക്കലും കർത്താവ് കട്ട് ചെയ്യത്തില്ല. നിനക്ക് ഈ ഭൂമിയിൽ ആജീവനാന്തം അത് ദൈവം തന്നിരിക്കുന്നതാണ്. ഭൂമിയിലെ സർക്കാരികളെ പോലെയല്ല കേട്ടോ. അറബി രാജ്യങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തതായ എണ്ണക്കിണറുകൾ, അവിടുന്ന് ഇഷ്ടംപോലെ എണ്ണ നിറഞ്ഞൊഴുകുകയാണ്. അതാണ് അറബി രാജ്യങ്ങളെ വരുമാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ എണ്ണക്കിണറുകൾ നിന്ന് പോവുകയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഇപ്പൊ രാജ്യങ്ങളിലെല്ലാം കലഹിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരം പെരുകുന്നു. പണത്തിന്റെ അഹങ്കാരം, മുഷ്ക് ഒക്കെ പെരുകുമ്പോൾ ദൈവം തമ്പുരാൻ തീരുമാനിക്കുക, ഇവൻ അഹങ്കരിക്കുന്നത് ഞാൻ എണ്ണക്കിണറുകൾ കൊടുത്തിട്ടാണല്ലോ, അതുകൊണ്ട് അതിന്റെയാണ് ഇവന്റെ അഹങ്കാരം. ദൈവജനത്തെയും ക്രൈസ്തവ വിശ്വാസികളെ മുഴുവൻ പീഡിപ്പിക്കുന്നത്, അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെ വന്നതും അവർക്ക് ഞാൻ കൊടുത്ത എണ്ണക്കിണറിൽ നിന്ന് അവർക്ക് നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹം കിട്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് അത് കർത്താവിന് സ്റ്റോപ്പ് ചെയ്യാൻ ദൈവം പ്ലാൻ ചെയ്താൽ, അതങ്ങനെ ചെയ്താൽ പിന്നെ അവരുടെ അഹങ്കാരം നിൽക്കും. സൂക്ഷിക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വിവിധ നീരുറവുകളെ നമുക്ക് ഭൂമി കാണാൻ കഴിയും. നാം വായിച്ച ദൈവജനത്തെ അല്ലെ നീരുറവ് എന്ന് പറയുന്നത് വിധവയുടെ വീട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്നാണ് അവളുടെ ഭരണിയിലേക്ക് നിറഞ്ഞൊഴുകുന്ന ഒരു എണ്ണയുടെ നീരുറവാണ്. പ്രൈസ്. ഇവിടെ നാം ദൈവത്തിനും വായിക്കും. എന്നെ കേൾക്കുന്ന സർവ്വനാമം, നിങ്ങളുടെ ഭവനത്തിന്റെ ശൂന്യത മുഴുവൻ, നിങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥ മുഴുവൻ ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അതിന് തയ്യാറായാൽ, ഹല്ലേലൂയ,
ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഒരു നിറഞ്ഞൊഴുകുന്ന അനുഭവത്തെ ദൈവം നിന്റെ ജീവിതത്തിലും നിന്റെ ഉള്ളിലും നിന്റെ ഭവനത്തിലും നിന്റെ തലമുറയിലും പകരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് രക്തം ചെയ്യും. പ്രൈസലോ. ഇവിടെ നമുക്ക് ദൈവം നമുക്ക് നൽകുന്ന നീരുറവുകളുടെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കണം. പ്രൈസലോ. അതിന്റെ പ്രാധാന്യതയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. രക്തം ചെയ്യും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അനവധി നീരുറവുകളെ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ഭൂമി ജനിച്ചപ്പോൾ നിങ്ങളൊരു ശൈശവ പ്രായം, നിങ്ങൾ വളരും തോറും നിങ്ങൾക്ക് വീണ്ടുന്ന എല്ലാ നന്മകളും, ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യം, നിങ്ങൾക്ക് ലഭിച്ച നന്മകളെല്ലാം ദൈവം തന്ന ഓരോരോ ഉറവുകളാണ്. പ്രൈസലോ. അഹങ്കരിക്കരുത് കേട്ടോ, എല്ലാം ദൈവം തന്നതാണ് കേട്ടോ. പ്രൈസലോ. ഇവിടെ നമ്മൾ വിധവയുടെ വീട്ടിലെ എണ്ണ വർദ്ധിപ്പിക്കുകയാണ് പ്രവാചകന്റെ വാക്കിന്. ഈ അധ്യായത്തിൽ എലീശ ചെയ്ത 5 അത്ഭുതങ്ങളെ കാണാൻ കഴിയും. ഈ അധ്യായത്തിൽ എലീശ ചെയ്ത 5 അത്ഭുതങ്ങൾ. അതിൽ ഒന്നാമത്തെ അത്ഭുതമാണ് വിധവയുടെ എണ്ണ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ അത്ഭുതം ശൂന്യക്കാരുടെ മകനെ മകന്റെ മരണത്തെ കുറിച്ച് അവർക്ക് മകനെ ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ മരിച്ചുപോയ മകനെ ഉയർപ്പിക്കുക. നാലാമത്തെ എന്ന് പറഞ്ഞാല് പായസത്തിന്റെ വിഷം. അഞ്ചാമത്തെ എന്ന് പറഞ്ഞത് അവൻ ബാൽശാലിശയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷന് ആദിഫലമായിട്ട് 20 ഏവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുപോകും. അത് തിന്മാൻ കൊടുത്ത്, അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ പ്രാർത്ഥനയിൽ പ്രവാചകന്റെ വിശ്വാസം വളരെ കവിയുന്ന ഒരു അനുഭവം വർദ്ധിക്കുന്ന. അങ്ങനെ 5 അത്ഭുതങ്ങൾ. അതിൽ ഒന്നാമത്തെ അത്ഭുതമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അവളുടെ പാത്രങ്ങളിൽ എണ്ണ നിറഞ്ഞുകൊണ്ടിരുന്നു. ഈശ്വരോ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായി എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് അറിയില്ലയോ? ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെയും പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വിധവയുടെ ഭർത്താവ് ഒരു വിശുദ്ധനായിരുന്നു, ഒരു ഭക്തനായിരുന്നു. അല്ലേലൂയ. മാത്രമല്ല അവന് യഹോവ ഭക്തനായിരുന്നു. സ്തോത്രം. അവൻ പെട്ടെന്ന് മരിച്ചു. അവന് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അവന് 2 മക്കളെ പിടിച്ച് അടിമയാക്കാൻ കടക്കാർ വന്നിരിക്കുക. അപ്പോൾ എലീശാവോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു. അവളുടെ സങ്കടം കേട്ട് എലീശ ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന സഹോദര സൗരി, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രവാചകനായിരിക്കുന്ന എലീശയിലൂടെ വിധവയോട് ചോദിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിന്റെ ആവശ്യങ്ങൾ എന്താണ്? നിന്റെ സങ്കടങ്ങൾ എന്താണ്? നിന്റെ ദുഃഖങ്ങൾ എന്താണ്? നീ മാനസികമായി നിരാശപ്പെട്ടിരിക്കുന്ന വേദനിക്കുന്ന വിഷയം എന്താണ്? നീ കരഞ്ഞ് കണ്ണുമായി ഇരിക്കുന്നല്ലോ. നിന്റെ ഹൃദയം വിതുമ്പുന്നു. നിന്റെ നിറകണ്ടുകളെ ഞാൻ കാണുന്നു. നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുക. ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ട് ശ്രോതാവ്, ഈ ലോകവും പാടുള്ള സകല ജനത്തോട് ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രൈസലോ. അപ്പൊ ഇവളുടനെ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അവൾ സത്യം തുറന്നു പറഞ്ഞു. പ്രൈസലോ. ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ, നാം തിരിച്ച് പ്രതികരിക്കുമ്പോൾ സത്യം മാത്രമേ പറയാവുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഈ പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും പലർക്കു വേണ്ടി ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂതുകൾ നമ്മൾ അവരോട് പറയുമ്പോൾ, ഈ വിധവയായ സ്ത്രീ സത്യം പറഞ്ഞതുപോലെ പലരും സത്യം പറയാതെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഹല്ലേലൂയ അവർ നമ്മോട് സംസാരിക്കും. ദൈവാത്മാവ് സത്യം ചോദിക്കും, സത്യം വെളിപ്പെടുത്തും. പക്ഷെ കേൾക്കുന്നവർ മറച്ചു വെക്കാൻ ശ്രമിക്കും.
ഇവിടെ വിധവയെ നിങ്ങൾ കണ്ടുപിടിക്കുക. അവൾ പറയും, എന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. സത്യം പറയുക. സത്യം പറഞ്ഞെങ്കിൽ മാത്രമേ അനുഗ്രഹമുള്ളൂ. സത്യത്തിന് ദൈവാത്മാവ് കൂട്ടു നിൽക്കത്തുള്ളൂ. അസത്യത്തിന് ദൈവാത്മാവ് കൂട്ടു നിൽക്കത്തില്ല. മനുഷ്യന്റെ ജീവിതം മുഴുവൻ വ്യാജമാണ്, കപടമാണ്, കാപട്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. നുണയെ പറയുള്ളൂ. അതുകൊണ്ട് അവർക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. തന്റെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നാണ് നാം ഈ സദൃശമാക്കി 28:13 വായിക്കുന്നത്. അപ്പൊ ലംഘനം മറച്ചു വെക്കാൻ പാടില്ല. അവ ഏറ്റു പറയുക മാത്രമല്ല, ഉപേക്ഷിക്കണം. പറഞ്ഞുപേക്ഷിച്ച് പിന്നെ തുടരരുത്. അല്ലേ? നീ സത്യം സംസാരിച്ചാൽ, നിന്റെ ഉള്ള അവസ്ഥ പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമ്മുടെ ഡോക്ടർ എനിക്ക് ചെന്നിട്ട് വ്യാജം പറഞ്ഞ ഡോക്ടർക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ രോഗവിവരങ്ങൾ കണ്ടുപിടിക്കുവാനോ മരുന്ന് തരാനോ പറ്റത്തില്ല. നമ്മളും സത്യസന്ധമായി ഡോക്ടറോട് പറയണം. ഒരു വക്കീലിന്റെ എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കളവ് പറയാം. വക്കീലിനോട് സത്യം പറഞ്ഞെങ്കിൽ ആ സത്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ വക്കീൽ വാദിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? അപ്പൊ സത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒന്നാണ്. എന്ത് നഷ്ടപ്പെട്ടാലും സത്യത്തിന് കൂട്ടു നിൽക്കാൻ. സത്യത്തെ നീ മറച്ചു വെക്കരുത്. സത്യം പറയുന്നതുകൊണ്ട് ഒരുപക്ഷെ നീ ഒറ്റപ്പെട്ടേക്കാം. സത്യം പറയുന്നതുകൊണ്ട് ഒരുപക്ഷെ നിന്നെ അകറ്റി നിർത്തിയേക്കാം. എങ്കിലും നീ സത്യം മാത്രമേ സംസാരിക്കാവൂ. ഇവിടെ എലീശ ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അവൾ ഒന്നും മറച്ചു വെക്കാതെ, ഒന്നും കാമേലി ഉദാസീനരെ കാണാതെ അവൾ പറയും, എന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അല്ലേ? ഇന്നത്തെ സഭയെന്ന് പറഞ്ഞ് പലതും കളവ് കാണിച്ചിട്ട് മറച്ചു വെക്കുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, യഹോവയുടെ പ്രവൃത്തികളെ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ യഹോവയുടെ പ്രവൃത്തികളെ ഉദാസീനതയോടുകൂടി ചെയ്യരുത്. ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവനാ. എന്നാൽ നീ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിൽ യാതൊരു കാപട്യവുമില്ലാതെ വിധവിയായ സ്ത്രീ സത്യം സംസാരിച്ചതുപോലെ നീ സത്യം സംസാരിക്കണം. ഈശ്വരോ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അവൾ പറയും, എന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറുപാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അടുത്ത ആലോചന പ്രവാചകൻ പറഞ്ഞു, നീ അയൽക്കാരോടൊക്കെ പാത്രം വാങ്ങി വീട്ടിൽ വന്ന് നീ നിന്റെ മക്കളും കൂടെ കടച്ച് അല്ലടിയാണ് ഭരണിയിലെ എണ്ണ പകരണം. നിറയുന്ന പാത്രങ്ങൾ മാറ്റി വെക്കണം. വാതിലടച്ച്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി 6-ാം വാക്യം വായിക്കുന്നുണ്ട്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. അവള് പറഞ്ഞ ഏലിശയുടെ ശുശ്രൂഷയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും കൂടെ ഒന്നിച്ച് പഠിക്കുമ്പോൾ രണ്ടിനും ഒരുപോലത്തെ സാന്നിധ്യമുണ്ട്. ഇവളോട് നീ അറയിൽ കിടന്ന്, നീ നിന്റെ കുട്ടികളോട് വീട്ടിൽ കിടന്ന് വാതിലടച്ച് പാത്രങ്ങൾ എണ്ണ പകരുക. യേശു പറഞ്ഞ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ് നിനക്ക് പ്രതിഫലം തരും. അതെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ സകല പ്രശ്നങ്ങൾക്കും ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിന്റെ ശൂന്യതയെ മാറ്റി നിന്റെ ഭവനത്തിനകത്ത് നിറഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ പ്രവർത്തി നീ ഉദാസീനതയോടെ ചെയ്യാതെ, വിധവയായി സ്ത്രീ സത്യം പറഞ്ഞതുപോലെ നീ സത്യം പറയുന്നെങ്കിൽ, സത്യത്തിന് കൂട്ടു നിൽക്കുന്നെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഈശ്വരോ, സത്യത്തിന് കൂട്ടുന്ന അനവധി ഭക്തന്മാരെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. എന്നാൽ സത്യവിരുദ്ധമായി പ്രവർത്തിച്ചവരെയും കാണാൻ കഴിയും. സത്യത്തിന് കൂട്ടുനിന്നവരിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സത്യവിരുദ്ധമായി നിന്നവരൊക്കെ താമല്യ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഈശ്വരോ. അപ്പൊ ഇവളെന്താണ് ചെയ്തത്? അലിയ നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ച് അവർ തങ്ങളെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുത്തു. അല്ലേലിയ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട്
അല്ലെങ്കിൽ അവളും അവിടെ മക്കളും കൂടെ വീട്ടിൽ ചെന്നിട്ട് കഥ കടച്ച് മുറിക്കകത്ത് കയറിയിട്ട് മക്കൾ ഓരോരുത്തർ പാത്രം വെച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അവൾ ഭരണിയിലെ എണ്ണ പകരുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ഭരണി എണ്ണ അങ്ങോട്ട് വെറും പാത്രങ്ങളിൽ നിറയാൻ തുടങ്ങി. എന്ത് അത്ഭുതമല്ലേ! ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നോത്താവ്, നിന്റെ ഭവനത്തിന്റെ ശൂന്യത, നിന്റെ ഭവനത്തിനകത്തെല്ലാം വെറും പാത്രങ്ങളാണ്. നീ ഒരു വെറും പാത്രമാണെങ്കിൽ നിന്റെ കുടുംബത്തെയും നിറച്ചനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, പ്രൈസലോ, ഹല്ലേലൂയ. ജീവിതത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. മനുഷ്യന്റെ മുഖത്തേക്ക് നീ നോക്കരുത്, ദൈവമുഖത്തേക്ക് നോക്കണം. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ ലജ്ജിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ദൈവമുഖത്ത് നോക്കിയാൽ നാം ഒരിക്കലും ലജ്ജിതരായി മാറത്തില്ല. പ്രൈസലോ. ഇവിടെ ദൈവത്തിന് അപ്പോൾ നീ എല്ലാം നിറഞ്ഞു. അപ്പോഴാണ് അല്ലീയ സ്തോത്രം നമ്മൾ വായിച്ച വല്ലം, പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് അല്ലലിയ ആമീൻ പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലലിയ സ്തോത്രം ആമീൻ അപ്പോൾ ഈ എണ്ണ നിന്നു പോവുകയും ചെയ്യും. എല്ലാ പാത്രങ്ങളും ഞാൻ ചിന്തിക്കുന്ന വീട്ടിലുണ്ടായിരുന്ന സകല പാത്രങ്ങളും ഒരു ഭരണി എണ്ണ അങ്ങോട്ട് വിശാലമായി കഴിഞ്ഞപ്പോൾ ഒരു ഭരണി എണ്ണ നിറഞ്ഞൊഴുകിയപ്പോൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ഉറവ് ആ ഒരു ഭരണിക്കകത്ത് പുറത്തു വന്നപ്പോൾ അവളുടെ വീട്ടിലുണ്ടായിരുന്ന സകല പാത്രങ്ങളും നിറഞ്ഞു. മഹാത്ഭുതമല്ലേ! ഇതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വിശ്വാസത്താൽ നിൽക്കുന്നെങ്കിൽ, അവിശ്വസതയില്ലാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നെങ്കിൽ, വിശുദ്ധിയോടെ നിൽക്കുന്നെങ്കിൽ, സത്യത്തിന് കൂട്ടു നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ. ആരോടും ഒരു വ്യാജവും പറഞ്ഞൊന്നും വാങ്ങാനോ മേടിക്കാനോ ഒന്നും അപകരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വഴിയിൽ കിടക്കുന്ന ഒരു മാങ്ങ പോലും, വഴി കിടക്കുന്ന തേങ്ങ പോലും എന്റെ കണ്ണി കണ്ടായി എടുക്കത്തില്ല. കാരണം അന്യന്റെ മുകളിൽ ആഗ്രഹിക്കരുത്, കൽപ്പനയ്ക്കകത്ത് ദൈവമാണ്. പിന്നെ മോഷ്ടിക്കരുത്. സത്യത്തിന് ഇന്നാമത് കിട്ടുന്നത് മതിയെന്ന്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നു. ഹല്ലേലൂയ. പച്ചമുളക് ഉടച്ച് ആമി പണ്ടത്തെ പോലെ കഞ്ഞി കുടിക്കാനേ മാർഗമുള്ളെങ്കിൽ അത് ചെയ്തോണ്ടതിനകത്ത് അഭിമാനക്കുറവൊന്നുമില്ല. സ്തോത്രം. ഞാനൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്നും ചില സാഹചര്യങ്ങളിൽ കഷ്ടപ്പെടാറുണ്ട്, നൊമ്പരപ്പെടാറുണ്ട്, എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോഴും എന്റെ മുഖത്ത് യാതൊരു ആമി ദുഃഖം ഞാൻ ആരെയും കാണിക്കത്തില്ല, എനിക്കില്ല എന്ന് പറയത്തില്ല. എന്റെ സങ്കടങ്ങളെ പറഞ്ഞ് ഞാൻ ദൈവനാമത്തെ ദൂഷിക്കത്തില്ല. ഇല്ലെങ്കിൽ ഉള്ളവനെ പോലെ, എല്ലാം ഉള്ളവനെ പോലെ, നമ്മൾ പാട്ട് പാടുന്നവരെ അങ്ങനെ കേൾക്കണം. പ്രൈസ്. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കണം. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും നമ്മളെ നിന്ദിക്കും. അല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ പോയി. അല്പസമയോട് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ മറിച്ച് 2 ദൈവദാസന്മാരോട് കയറുക. അല്ലേ? ഞാനവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അവർ വരത്തില്ല. പക്ഷെ ഞാനില്ലാത്ത സമയത്ത് ഇല്ലെന്നിങ്ങനെ ഞാനുണ്ടെന്ന് അറിയാതെ അവർ വരുന്നത്. അപ്പൊ അവര് വന്ന് പെട്ടെന്ന് ഞാൻ അവിടെ വന്നപ്പോൾ ഞാനുണ്ട്, അവര് ഭവനത്തിൽ കയറി. അപ്പൊ എന്നെ കണ്ടത് അവർക്ക് വല്ലാത്തൊരു അനുഭവമായി. ഒരു ദൈവദാസൻ എന്നുള്ള നിലയ്ക്ക് മാന്യമായിട്ടൊരു കൈ തന്ന ഒരു സ്തോത്രത്തിന് പറഞ്ഞു. ഹല്ലേലൂയ. അതൊരു സാധാരണക്കാരൻ്റെ ഒരു ദൈവദാസൻ, അദ്ദേഹം കൈയൊക്കെ സ്തോത്രം പറഞ്ഞു. പക്ഷെ മറ്റൊരു ദൈവദാസത്തില് പുള്ളിച്ചിരി വലിപ്പമൊക്കെ കൂടിയതാണ്. പുള്ളി അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. നമ്മൾ കുമ്പിടുന്ന പോലെ ഇങ്ങനെ കുമ്പിട്ടിട്ട് പോയി. ഞാൻ ഓർത്ത് ഇവരുടെ പുള്ളി എന്താ, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ട്. ചില സത്യങ്ങൾ പറഞ്ഞപ്പോൾ ആ സത്യത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവഭക്തന്മാർ തമ്മിൽ കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറാണ്. അങ്ങനത്തെ ലോകം കേട്ടോ. എന്നാലും ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കൂ. ആരുടെയും കൂടെ വ്യാജത്തിന് നിൽക്കത്തില്ല. അല്ലേ? വ്യാജത്തിനെ മനസ്സ് വെക്കത്തില്ല. അപ്പൊ ഈ വിധവയുടെ ജീവിതത്തിലെ സത്യസന്ധമാണ് അത് യഹോവയായി ദൈവം കണ്ടെന്നുള്ളതാണ്. അവളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയുള്ളതിനെ കുറിച്ച് അവൾ മറച്ചു വെച്ചില്ല. ഇത് പല ആളുകളും അങ്ങനത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് പറയും ഞങ്ങൾക്ക് ഒന്നുമില്ലെന്ന് പറയും. ഞങ്ങൾക്ക് ഒന്നുമില്ലേ എന്ന് പറയും. അങ്ങനെയല്ല കേട്ടോ. ഉള്ളത് പറയണം. ഉള്ളത് പറയുമ്പോഴേ ദൈവം നിന്നിൽ പ്രസാദിക്കത്തുള്ളൂ. ഹല്ലേലൂയ. രക്തം ചെയ്യണം. ഇവിടെ ദൈവത്തിനും പറയുന്നത് എന്താണ്? സ്തോത്രം. അവളുടെ 2 പുത്രന്മാരെ അടിമകളാക്കി കൊണ്ടുപോകാൻ ആമെ വരുന്നു. രക്ഷിക്കുവാൻ യാതൊരു വഴിയുമില്ല. ലോകപ്രകാരമുള്ള സകല ഉറവുകളും അടഞ്ഞുപോയി അവരുടെ ജീവിതത്തിൽ. എങ്കിലും അവരുടെ വീട്ടിൽ ഒരു കൂട്ടം എണ്ണ ശേഷിച്ചിരുന്നു.
അവൾ പ്രവാചകനായ എലീശയുടെ അടുക്കിലേക്ക് ചെന്ന് തന്റെ പ്രശ്നം പറഞ്ഞപ്പോൾ കർത്താവ് ആ എണ്ണ നിറഞ്ഞ് കവിയത്തക്ക നിലയിൽ ആ ഭരണി വലിയൊരു ഉറവിന്റെ ഭരണിയാക്കി മാറ്റി. സ്തോത്രം. കർത്താവ് കൽപ്പിച്ചരുളി. സ്തോത്രം. അതിന്റെ ഫലമായി അയൽവാസികളുടെ അടുക്കൽ നിന്നും കൊണ്ടുവന്ന ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം എണ്ണ പകരുതൂറ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. സകല പാത്രങ്ങളും നിറഞ്ഞൊഴുകി. നിന്റെ ഭവനത്തിനകത്തുള്ളത് നീ പറയണം. അല്ലേലിയ. നിന്റെ കയ്യിലുള്ളത് നീ മറച്ചു വെക്കാതെ പറയണം. അല്ലേലിയ. സത്യത്തിന് അല്ലേ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായി ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു പഠിപ്പിച്ച അതേ മാതൃക, ആ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന കർത്താവിനെ മാത്രമേ നമ്മൾ അനുഗമിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ സത്യത്തിന് കൂട്ടുനിൽക്കുന്നെങ്കിൽ, സത്യം സംസാരിക്കുന്നെങ്കിൽ, നിന്റെ ഉള്ള അവസ്ഥ നീ തുറന്ന് കർത്താവിനോട് പറയുന്നെങ്കിൽ, വിധവിയുടെ ഭവനത്തിൽ വെളിപ്പെട്ട അനുഗ്രഹത്തെ, വിധവിയുടെ ഭവനത്തിൽ നിറഞ്ഞൊഴുകിയ ആ അനുഭവത്തെ ദൈവം നിന്റെ കുടുംബത്തിന് തരാൻ ആഗ്രഹിക്കുക. നിന്റെ കടക്കണികൾ മാറ്റുവാൻ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറ്റുവാൻ, ലോണടയ്ക്കാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്ന, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ വിഷയത്തിനകത്ത് ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് എന്നെ ഒരു സഹോദരി വിളിച്ച്, എന്റെ പാസ്റ്റേ, എനിക്ക് ബാങ്കിൽ കുറച്ച് പൈസ അടയ്ക്കാണ്ട്, ഇന്ന് തന്നെ അടയ്ക്കണം, അടച്ചില്ലെങ്കിൽ ഞാൻ തല ഉയർത്തി നിൽക്കുമ്പോൾ മരണം മാത്രമേ മുമ്പിലുള്ളൂ. അത് പറയുന്ന ഒരു വിശ്വാസിയാണ്. ഞാൻ ആ സഹോദരി, നിങ്ങൾ വിശ്വാസിയല്ലേ? നിങ്ങളൊരു ദൈവ പൈതലല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ പൈസ അടച്ചു കൊടുക്കാനുള്ള, ഇന്ന് അടച്ചു കൊടുക്കണ സമയം ഇന്ന് ലാസ്റ്റാണ്. നിങ്ങൾ അതിൽ ദൈവത്തിൽ വിശ്വസിക്കുക. അല്ലാതെ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ എന്നുള്ള അവിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ പറയരുത്. എന്റെ ഏരിയ, നീ വിശ്വാസം പറഞ്ഞു. നിങ്ങൾ വിശ്വാസം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എലീശയുടെ ഒരിക്കൽ വിധവയായ സ്ത്രീ സത്യം പറഞ്ഞതുപോലെ ഞാൻ ആ സൗകര്യം, നിങ്ങൾ സത്യം പറ. ഹല്ലേലൂയ. ഞാൻ ആ സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പ്രവർത്തിച്ച് കാണും കേട്ടോ. പിന്നെ സൗകര്യം വിളിച്ചു, ഉച്ച കഴിഞ്ഞ് വിളിക്കും, പിന്നെ വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇനി അവര് അടച്ചു നമുക്കറിയില്ല. എന്നാലും ഉച്ച കഴിഞ്ഞ് വിളിച്ചെങ്കിൽ എന്താണെന്ന് അവർക്ക് മറുപടി അറിയാമായിരുന്നു. ചിലരങ്ങനെ നന്മ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടത്തുമില്ല. ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കും, പ്രാർത്ഥിച്ച് അവർക്കൊരു അത്ഭുതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് അല്ലെങ്കിൽ പിന്നെ പോയ വഴിയെ മിണ്ടാനില്ല. ഒരിക്കലും സഹോദരി വിദേശത്തുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടതയാണ്. നല്ല സമ്പത്തൊക്കെ ഉണ്ട്, അല്ലേ? അനവധി സമ്പത്തുണ്ട്, പക്ഷെ ഭയങ്കര കഷ്ടതയാണ്, അല്ലേ? ഈ കഷ്ടത എന്ന് പറഞ്ഞ ഒരുപാട് വ്യാജ ഉപദേശങ്ങൾക്കും വ്യാജ പ്രവചനങ്ങൾക്കും ചെവി കൊടുത്തത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവിടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു നന്ദി വാക്ക് പറയാതെ ആ സഹോദരി പോയി. ഹല്ലേലൂയ. അവർക്കുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഒരു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ മാന്യമായിട്ടൊരു നന്ദി വാക്കെങ്കിലും പറയണ്ടേ? ഒന്നും തന്നില്ലേലും, പക്ഷെ ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോയി. അല്ലേ? അങ്ങനെയൊക്കെയുള്ളവർ കൊണ്ട് കേട്ടോ, അങ്ങനെയൊക്കെയുള്ളവർ കൊണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഒന്നും തരാത്തത് കൊണ്ടല്ല, പക്ഷെ ദൈവം എന്തെങ്കിലും അത്ഭുതം ചെയ്താൽ സത്യം പറയണം. പ്രൈസ് ദി ലോർഡ്. നീ സത്യം പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവം നിനക്ക് അത്ഭുതം ചെയ്യത്തുള്ളൂ. അവിശ്വാസം നിന്റെ ഉള്ളിൽ വരാൻ പാടില്ല, അവിശ്വസ്തത കാണിക്കാനും പാടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് പിതാവായി ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോടുകൂടി നിന്നു എന്നുള്ളതാണ്. യേശു ഒരിക്കലും പിതാവിനുള്ള അവിശ്വസ്തത കാണിച്ചില്ല. ഹല്ലേലൂയ. തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്യുക. സ്തോത്രം. തന്നിൽ അർപ്പിതമായിരുന്ന ശുശ്രൂഷ എന്തോ അതെല്ലാം മറിഞ്ഞിട്ട് ഒന്നിനും ഒരു കുറവ് വരാതെ, കോട്ടം വരാതെ, നിറഞ്ഞ മനസ്സോടുകൂടി സത്യത്തിന് കൂട്ടുന്നതുകൊണ്ട് യേശു ദൗത്യം പൂർത്തീകരിച്ചു. അതുകൊണ്ട് യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും കല്ലറയ്ക്ക് അവന് ഒതുക്കുവാൻ കഴിയാതെ കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാളുകൾ, ഹല്ലേലൂയ, സ്തോത്രം, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗ്ഗാരോഹണം ചെയ്ത്,
അല്ലേലിയ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി അല്ലേലിയ മധ്യസ്ഥ ചെയ്യുന്നു. ഇനിയും എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. കാരണം സകല നാമത്തിനും മേലായ നാമം നൽകി. എന്താണ്? യേശു തന്റെ ജീവിതത്തിൽ സത്യത്തിന് വേണ്ടി മാത്രം നിന്നു. യേശു സത്യമാണ്, യേശു ദൈവമാണ്. പക്ഷെ ഭൂമി നമുക്ക് കാണിച്ചത്. പക്ഷേ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിനെതിരെ, കർത്താവിന്റെ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിനെതിരെ ക്രൈസ്തവ സമൂഹത്തോട്, ക്രൈസ്തവൻ എന്നൊക്കെ പേരുണ്ടെങ്കിലും നീ അവിശ്വസ്തനായി മാറരുത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ, ക്രിസ്ത്യാനി എന്നതിന്റെ പേരിൽ നീ അവിശ്വസത കാണിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് പോയാൽ നിന്റെ കുടുംബത്തിൽ നാശമായി മാറും. എന്നാൽ വിധവയെ പോലെ നീ സത്യം പറയുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ സകല ശൂന്യതയും മാറ്റി നിറഞ്ഞൊഴുകുന്ന അനുഭവത്തെ ദൈവം തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ലോകപ്രകാരമുള്ള അനുഗ്രഹമല്ല നമുക്ക് ആവശ്യം, സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ് ആവശ്യം. അപ്പൊ ഇവിടെ ഹല്ലേലൂയ. അപ്പൊ എലീശ ഈ അദ്ദേഹത്തിൽ 5 അത്ഭുതങ്ങൾ ചെയ്തില്ല. അത് ഒന്നാമത്തെ അത്ഭുതമാണ് നമ്മൾ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കാണുന്നത് അതിൽ ആദ്യത്തേതാണ് വിധവയുടെ എണ്ണ വർദ്ധിപ്പിച്ചത്. യേശു ചെയ്ത അത്ഭുതങ്ങളോട് യേശുയുടെ അത്ഭുത പ്രവൃത്തികൾക്ക് പല നിലയിലും സാമ്യമുണ്ട്. സാധാരണ ജനത്തുള്ള ദൈവത്തിന്റെ കരുതലിനെയാണ് അവയെല്ലാം വ്യക്തമാക്കുന്നത്. ഹല്ലേലൂയ. നമ്മളുടെ കരുതൽ എത്ര വലുതാ ദൈവത്തിന്! നമ്മളോടുള്ള കരുതൽ വളരെ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. വിധവിയുടെ വീട്ടിലെ അലിയ ആ ഭരണിയിലെ എണ്ണ വർദ്ധിപ്പിച്ചതുപോലെ ആ കുടുംബത്തിന് വേണ്ടി ദൈവം കരുതിയതുപോലെ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗുരുവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിന്ന് 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറയുന്നുണ്ട്. എന്താ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ള തിരിച്ചറിവ് നിന്റെ ഉള്ളിൽ എപ്പോൾ ഉണ്ടാകുന്നു, ആ സമയമാണ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുന്നത്. നീ അവിശ്വസ്തത കാണിച്ച് ദൈവത്തോട് നന്ദികേട് കാണിച്ചാൽ, കളവ് പറഞ്ഞാൽ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെടും. ഈ വിധവിയുടെ സത്യസന്ധത അത് ഈ കാലഘട്ടത്തിൽ നമുക്കൊരു മാതൃകയാണ്. എവിടെ സത്യസന്ധത കാണിക്കണം, സത്യത്തിന് നിൽക്കണം. അപ്പൊ അങ്ങനെ വിധവിയുടെ വീട്ടിനകത്തെ പോരായ്മയെ നീക്കുവാൻ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരനുഭവം. പത്രോസ് പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്ന, ഇന്ന് പകരം കേൾക്കുന്ന മാതാപിതാവി, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ശൂന്യത മുഴുവൻ അറിയുന്നവൻ, നിന്റെ സങ്കടം മുഴുവൻ അറിയുന്നവൻ, ദുഃഖം മുഴുവൻ അറിയുന്നവൻ, നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിലെ രഹസ്യം മുഴുവൻ അറിയുന്നവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, നിന്നെ മുഴുവൻ അറിയുന്നവനാണ്. ഹല്ലേലൂയ. നിന്നെ മുഴുവൻ അറിയുന്നു പറയുമ്പം അവന്റെ കൈകൾ കൊണ്ടാണ് നിന്നെ മെനഞ്ഞെടുത്തത്. അവന്റെ കൈകൾ കൊണ്ട് നിന്നെ മെനഞ്ഞെടുത്ത് അവന്റെ ശ്വാസമാണ് നിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് നിന്നെ മുഴുവൻ അറിയുന്നവൻ, നിന്നെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ, നിന്റെ സകല ചലനങ്ങളും അറിയുന്നവൻ, നിന്റെ സകല നിരൂപണങ്ങളും അറിയുന്നവൻ യേശുവ. അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സത്യത്തിന് വേണ്ടി നിന്നാൽ, ഹല്ലേലൂയ. സത്യത്തിന് വേണ്ടി നിന്നെങ്കിൽ മാത്രമേ നന്മ പ്രാപിക്കാൻ കഴിയുള്ളൂ. പ്രൈസ്. ആരുടെയും ഒന്നും നീ ആഗ്രഹിക്കരുത്, ആരുടെയും ഒന്നും നീ കളവ് ചെയ്തെടുക്കരുത്, മോഷ്ടിച്ചെടുക്കരുത്, ആരോടും ഒന്ന് പിടിച്ചു പറിച്ചു വാങ്ങരുത്. ഹല്ലേലൂയ. വ്യാജത്തിന് മനസ്സ് വെക്കരുത്. പ്രൈസ്. ഇത് പകലരെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ അറിയുന്ന ഒരു ദൈവമാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളുള്ള കരുതൽ. ഏലീശയുടെ കാലഘട്ടത്തിൽ അവൻ സുപ്രസിദ്ധനായിരുന്നുവെങ്കിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലല്ലാതെ തിരുവെഴുത്തിൽ ഏലീശയുടെ പേര് ആമേൻ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 4:27 മാത്രമേ കാണുന്നുള്ളൂ. ഏലീശമായി ശക്തമായ ശുശ്രൂഷ ചെയ്തവനാണ്, ഒരു പ്രസിദ്ധനായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ രാജാക്കന്മാരുടെ പുസ്തകം കഴിഞ്ഞാൽ പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4:27 മാത്രമേ ഏലീശയെ കുറിച്ച് പറയുന്നുള്ളൂ. എന്നാൽ ഏലിയാവിന്റെ പേര് പല ഭാഗത്തും ആമീൻ വിശിഷ്യ യോഹന്നാൻ സ്നാപകരുടെ ബന്ധത്തിലും ഏലിയാവിനെ കുറിച്ച് പരാമർശിക്കാൻ കഴിയും. എന്നാൽ ഏലിയാവിനെ കുറിച്ച് പുതിയ നിയമത്തിലൊറ്റ ഭാഗത്ത്, ഏലീശയെ കുറിച്ച് പുതിയ നിയമത്തിലൊറ്റ ഭാഗത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പം പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവന്റെ ഭാര്യയായിരുന്ന സാധുവായ വിധവ ഏലീശയെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഏലീശ അവളോട് സഹതാപം തോന്നി അവളുടെ കൈവശമുണ്ടായിരുന്ന ഒരു ഭരണി എണ്ണ
വർദ്ധിപ്പിച്ച് നൽകി. അവളുടെ സങ്കടം പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകന് അവളോട് കരുണ തോന്നി, മനസ്സിലേക്ക് തോന്നി. അതെ, ഇവിടെ യേശുയോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പിന്നെ ആരോടാണ്? കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നിന്നോട് കരുണ കാണിക്കും, നിന്നോട് കനിവ് തോന്നും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചിലത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവൻ നിന്നെ അനുഗ്രഹിപ്പാൻ തുടങ്ങുമ്പോൾ നിന്റെ സകല കഷ്ടങ്ങൾക്കും മാറ്റം ദൈവം തരും. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാ, നമ്മുടെ വേദനകൾ അറിയുന്നവനാ, വിങ്ങിപ്പൊട്ടുന്ന നൊമ്പരപ്പെടുന്ന വിതുമ്പുന്ന വിഷയങ്ങൾ അറിയുന്നവൻ യേശുവാ. ഹല്ലേലൂയ. നിന്റെ ചുണ്ടുകൾ പോലും അനങ്ങുന്നത് കർത്താവ് കാണുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ സകലവും മതവും വലതുമായി കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളതെന്ന് ഇബ്രായലേഖനം 4:13 വായിക്കുന്നുണ്ട്. അത് നിനക്കാരുമായിട്ടാണ് കാര്യമുള്ളത്. ഭൂമിയിലുള്ളതാണോ നീ ചിന്തിക്കുന്നത്? ഭൂമിയിലുള്ളതാണ് ചിന്തിക്കുന്നെങ്കിൽ നീ പരാജയപ്പെടും. ഉയരത്തിലുള്ളതാണ് നീ അന്വേഷിക്കുന്നെങ്കിൽ നീ ഉയർത്തപ്പെടും, രക്തം ചെയ്യും. ഇവിടെ വിധവയ്ക്ക് എത്രമാത്രം വെറും പാത്രങ്ങൾ ഉണ്ടായിരുന്നുവോ അവയിലെല്ലാം എണ്ണ നിറഞ്ഞു തുളുമ്പി. ദൈവത്തിൽ നിന്ന് എന്തുമാത്രം അനുഗ്രഹങ്ങൾ വേണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം തരുവാൻ ദൈവം ഒരുക്കമുള്ളവനാണ്. വിധവയുടെ വീട്ടിലെ പാത്രങ്ങളെല്ലാം നിറഞ്ഞു തുളുമ്പിയതുപോലെ നമ്മൾ ദൈവത്തിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ആവശ്യപ്പെടുന്നെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മുഴുവനായി തരുവാൻ ദൈവം വിശ്വസനാണ്. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനം 20 വായിക്കുമ്പോഴും 21 വായിക്കുമ്പോഴും കാണുന്നത്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ ആശയക്കുഴപ്പം വരും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരുമെന്ന് പറയുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം നിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ളതാണ് നീ ചോദിക്കുന്നെങ്കിൽ അത് വിധവിയുടെ ഭവനത്തിലെ വെറുപാത്രങ്ങൾ നിറഞ്ഞൊഴുകിയതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു നിറഞ്ഞൊഴുകുന്ന അനുഭവത്തെ. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ ഭവനം നിറഞ്ഞൊഴുകി കഴിഞ്ഞാൽ അത് പലരിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവളുടെ വീട്ടിലെ വെറുപാത്രങ്ങളെല്ലാം നിറഞ്ഞൊഴുകി കഴിഞ്ഞപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ആ എണ്ണയെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു? കടം തീർത്ത് തന്റെ മക്കളെ സ്വതന്ത്രമാക്കി പിന്നീടുള്ള എണ്ണകൾ കൊണ്ട് അവൾ ഉപജീവനം നടത്തി. ഹല്ലേലൂയ. അത് ദൈവം തന്നാൽ 1000 മടങ്ങ് വർധനവാ. അവൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ആരോ ഒരു സഹോദരൻ ഒരു പോസ്റ്റ് ഇട്ടത്, ഒരു 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 മെസ്സേജ് ഇട്ട് ഞാനത് ഷെയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ടു. അപ്പൊ ഇവിടെ നിന്ന് ഒരു സഹോദരൻ ചോദിച്ചു, പേര് പറയുന്ന സഹോദരൻ ചോദിക്കുക, അടുക്കള വശത്തെ വാതിലാണോ തുറക്കേണ്ടത്, ഫ്രണ്ട് വശത്തെ ഡോറാണോ തുറക്കേണ്ടതെന്ന്. അപ്പം ദൈവം നിങ്ങൾക്കൊരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയില്ല, ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു പരിഹാസിയായ മനുഷ്യൻ, പരിഹാസിയായതുകൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ ഒരു കമ്മിറ്റ് ഇട്ടത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കണോ പുറകിലത്തെ ഡോറ് തുറക്കണോ എന്ന്. ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നോ. പ്രൈസ്. അങ്ങനെ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്തെ വെറും പുച്ഛമായിട്ട് കാണുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന, വചനത്തെ പരിഹസിക്കുന്ന അനവധി ആളുകളും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ നമ്മളതിനൊന്നും മറുപടി പറയാൻ നിൽക്കരുത്, അതിനോട് പ്രതികരിക്കാൻ നിൽക്കണം. അവരങ്ങനെ ഒരു കൂട്ടത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ദൈവവചനത്തിലാണ് നീ വിശ്വസിക്കുന്നെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ വചനത്തെ നീ അതുപോലെ വിശ്വസിക്കുമെങ്കിൽ ആ വചനം അത്ഭുതം ചെയ്യും. യേശുക്രിസ്തുവിന്റെ വചനം എന്ന് പറഞ്ഞ ജീവനുള്ള വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ആ വചനത്തിന് ജീവനാണ്. ആ വചനം നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ ജീവന്റെ അനുഭവത്തെ തരുന്നത്. ഹല്ലേലൂയ. മരിച്ചുപോയ ലാസറിനെ പോലും ഉയർപ്പിക്കുവാൻ ഈ വചനത്തിന് കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ജീവിതത്തിലെ ആ മരിച്ച നാറ്റം വെച്ച് കിടക്കുന്ന അനുഭവത്തെ മാറ്റി നിന്റെ കുടുംബത്തിനകത്ത് സൗരഭ്യം പകരുവാൻ യേശുവിന് കഴിയും. പ്രൈസറോ. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെട്ട് കടങ്ങൾ വാങ്ങി നീ വിദേശത്ത് കടന്നുപോയി ജോലിക്ക് പോയി വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന, ആ വിദേശ രാജ്യത്തിൽ വീട്ടിൽ ഭവന ജോലിക്ക് പോയി അനവധി പീഡ അനുഭവിക്കുമ്പോൾ നാട്ടിലേക്ക് കടന്നു കഴിയാതെ പാസ്പോർട്ട് തടഞ്ഞു വെച്ച്
നിന്നെ അവൻ പീഡിപ്പിക്കുന്നവർ അല്ലേലിയ നിനക്കതൊരു മോചനം ദൈവം തരുവാനാഗ്രഹിക്കുക. വിസയുടെ കാലാവധി കഴിഞ്ഞ് പാസ്പോർട്ടൊക്കെ റിന്യൂ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക്, ജോലിക്ക് കടന്നുപോയിട്ട് അമേലിയ വിദേശത്ത് അപകടത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിനക്കൊരു മോചനം ദൈവം തരാൻ പോവുകയാണ്. ഇത് കഷ്ടതയെന്ന ബിസിനസ്സിൽ തകർന്ന, ജോലിയില്ലാതെ ഭാരപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, ജോലിയിൽ ഉയർച്ചയില്ലാതെ, അനേകരുടെ നിന്നയ്ക്കും അപമാനത്തിനും പരിഹാസത്തിനും വിധേയപ്പെട്ട് യാത്ര ചെയ്യാൻ ചിലരോട് ദൈവാത്മാവ് പറയുന്നത്, നിന്റെ ഈ സങ്കടങ്ങളെ കാണുന്ന ദൈവത്തിന് മുമ്പിലേക്ക് നീ വന്ന ഈ വിധവയായ സ്ത്രീയെപ്പോലെ നീ സത്യം സംസാരിക്കുന്നെങ്കിൽ നിറഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തെ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിന്റെ ശൂന്യതയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. കർത്താവ് നിനക്ക് വേണ്ടി ഒരു നീരുറവ് തുറന്നാൽ അത് പറ്റിപ്പോകുന്നതല്ല കേട്ടോ. രക്തം ചെയ്യും പ്രേക്ഷനോ അല്ലേരിയ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ പാസ്റ്റർ ജീവിക്കുന്നത്, എങ്ങനെ പാസ്റ്റർ ജീവിക്കുന്നത്, എവിടുന്നാ പാസ്റ്റർ ജീവിക്കാനുള്ള മുതല്? അമേരിക്കയിൽ നിന്ന് കിട്ടാറുണ്ട്, ഗൾഫിൽ നിന്ന്. ഞാൻ എനിക്ക് അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്നൊന്നും കിട്ടാറില്ല. അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നിന്നുപോയി. ഇപ്പോൾ ആരും ഒന്നും തരുന്നില്ല അല്ലേരിയ. ഇനി അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്ന് കിട്ടിയാലും കഷ്ടിച്ച കിട്ടുന്നത് 4000 അല്ല 5000 ഒക്കെയാണ്. അത് വർഷത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അമേരിക്കയിൽ നിന്നൊന്നും അല്ല സഹോദരൻ ജീവിക്കുന്നത്, ഗൾഫിലെ പണം കൊണ്ടൊന്നും അല്ല ജീവിക്കുന്നത്. പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? ഇപ്പോൾ ഒരാളുടെ നൂലെ കെട്ടി ഇറക്കി തരുമെന്ന്, നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ മറുപടി പറയാൻ നിൽക്കണ്ട. ഈ വിധവയുടെ വീട്ടിലെ എണ്ണ കുറഞ്ഞു പോയപ്പോൾ അവൾക്കുണ്ടായിരുന്ന കടം തീർക്കുവാൻ മാർഗമില്ലാതെ വരുമ്പോൾ കടം അമ്മയല്ല അവരുടേര് വന്ന് തന്റെ മക്കളെ അടിമകളാക്കി കൊണ്ടുപോകാനിരുന്നപ്പോൾ അവൾ പ്രവാചകനോട് അവളുടെ സത്യം പറഞ്ഞു. പ്രവാചകനോട് സത്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? അവൾ ഒരു പറഞ്ഞ എണ്ണയില്ലാതെ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ അവളെ അനുസരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവളുടെ വീട്ടിൽ നിറഞ്ഞ് കവിഞ്ഞു വരാനും. അത് അമേരിക്കൻ രാജ്യത്തൊന്നും വന്ന എണ്ണയല്ല, അമേരിക്കയിൽ നിന്നോ ഗൾഫ് രാജ്യത്തോ വന്ന എണ്ണയല്ല. അവൾ ദൈവത്തിൽ വിശ്വസിച്ച് അവൾ മഹത്വം കണ്ടു. ഹല്ലേലൂയ. അത് ഞാനവരോട് പറഞ്ഞു, എന്റെ സഹോദരൻ, ഞങ്ങൾ അമേരിക്കയിലെ ഗൾഫിലെ പണം കൊണ്ടല്ല ജീവിക്കുന്നത്, വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് യേശു മാർത്തയോടും മറിയോടും പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിധവയും വിശ്വസിച്ചു, ദൈവത്തിന്റെ മഹത്വം കണ്ട്. ഞാനും വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്നു. ആഡംബര ജീവിതമൊന്നും ഞങ്ങൾക്കില്ല, സുഖലോലുപ ജീവിതമൊന്നും ഇല്ല. ഞങ്ങൾ ഹോട്ടലിലൂണും മോട്ടറിൽ കിടപ്പൊന്നും പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഹോട്ടലിലുണ്ടും മോട്ടറിൽ കിടന്നും അല്ല ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ തൃപ്തിയോടെ ജീവിക്കുക. റേഷനരിങ് ആമേലടി ഒക്കെ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ പട്ടിണിയില്ലാതെ കിടക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ചിലർ ചോദിക്കും, നിങ്ങൾക്ക് നൂലെ കെട്ടി ഇറക്കി തരുമോ? നൂലെ കെട്ടി ഇറക്കി തരുമോന്ന് ചോദിക്കുന്നവർ പറയട്ടെ, പ്രവാചക ശിഷ്യന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ വീടിനെ അനുഗ്രഹിച്ച ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ. ആ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും, ഞങ്ങളെ വിശ്വസിക്കുക. പരിഹാസമാണെങ്കിൽ പരിഹസിക്കുന്നവരുടെ ദൈവം ചോദിച്ചോളൂ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആദ്യം കടം വീട്ടുവാൻ എലിശ പറഞ്ഞു. എലിശ എന്ന് പറയാൻ, ആദ്യം എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആദ്യം നിന്റെ കടം തീർക്കണം. ഹല്ലേലൂയ. നിവൃത്തിയുള്ളിടത്തോളം നിങ്ങൾ ആരോടും കടപ്പെട്ടിരിക്കരുത്. ചിലർക്കൊക്കെ ചില ധാരണയുണ്ട്. ചിലർക്കൊക്കെ അമേലൂയ പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കത്തില്ല. കടം വാങ്ങും. അവരുടെ ഈ ചില നന്മകൾ വരുമ്പോൾ അവർ പറയും, അത് കുറച്ച് പിന്നെ കൊടുക്കാം, അടുത്ത തവണ കൊടുക്കാം, കുറച്ച് കഴിയട്ടെ, ഇപ്പൊ അവർക്ക് ധൃതിയൊന്നുമില്ല, തിരക്കൊന്നുമില്ലല്ലോ. പിന്നെ ചില എന്റെ സഹോദരൻ, ഇപ്പം നാം ഈ മാസം വേണം, അടുത്ത മാസം തന്നാൽ പോരെ. കൊടുക്കാൻ മടിയ. പലരുടെയും കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പിന്നെ കൊടുക്കാൻ മടിയ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ആരോടൊന്നും കടപ്പെട്ടിരിക്കുന്നത്. ഈ ഏശ പറയുന്നത്, ഈ പ്രവാചകൻ പറയുന്നത്, ആദ്യം നീ എണ്ണ വിറ്റ് നിന്റെ കടം തീർക്കണം. ഇനി നീ ആരോടും കടപ്പെട്ടിരിക്കരുത്. നമ്മൾ അനുഭവത്തിലേക്ക് വരണം. ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിനക്കത് ലഭ്യമാകും. നിന്നെ കൊടുത്ത് ആ ഇടപാടുകൾ പരിഹരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ജനത്തിന് അതില്ല കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രദേശം ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളുണ്ട്, വറ്റി വരണ്ട് അനുഗ്രഹങ്ങൾ. ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളെല്ലാം വറ്റി വരണ്ടു പോയേക്കാം. എന്നാൽ നിങ്ങൾക്കുള്ളിൽ വറ്റാത്ത വിശേഷ എണ്ണയാകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോട് നിറയണം. ലോകപ്രകാരമുള്ള എല്ലാ ഉറവുകളും വറ്റി വരണ്ടു പോകും. എന്നാൽ നിങ്ങളുടെ ശരീരമാകുന്ന, നിങ്ങളുടെ മന്ദിരമാകുന്ന ഈ മൺപാത്രത്തിനകത്ത് ഒരിക്കലും വറ്റിപ്പോകാത്ത പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾ നിറയ്ക്കുന്നെങ്കിൽ
ഹല്ലേലൂയ. വറ്റാത്ത വിശേഷ എണ്ണയാകുന്ന പരിശുദ്ധാത്മാവോട് നിങ്ങൾ നിറയപ്പെടുന്ന നിങ്ങളുടെ ശരീരമാകുന്ന മൺപാത്രത്തിൽ ആ അഭിഷേകത്തെ നിങ്ങൾ നിറയ്ക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവുന്ന നിക്ഷേപത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിരാശയുടെ ദുഃഖത്തിന്റെ നടുവിലൂടെ കടന്നവസരമായി രോഗിയായി വ്യാധിയായി ജീവിതത്തിൽ ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ സങ്കടപ്പെടുകയാണോ? നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ, നിന്റെ കൂടാരമാകുന്ന മൺപാത്രത്തിൽ ഒരിക്കലും വറ്റിപ്പോകാത്ത എണ്ണയാകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ഉള്ളിൽ നിറയപ്പെടുമ്പോൾ, ആ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിൽ ഒരു നിക്ഷേപമായി സ്വീകരിക്കുമ്പോൾ, വിധവിയുടെ വീട്ടിൽ ഒഴുകിയിറങ്ങിയ അനുഗ്രഹം പോലെ നിന്റെ ജീവിതത്തിലേക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളെ ദൈവം ഒഴുകുവാൻ തുടങ്ങും. അതെ, നീ ഭാരപ്പെട്ടു പോകരുത്, കലങ്ങിപ്പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യക്ക് വേണ്ടി നീ ഒരുങ്ങരുത്. ആത്മഹത്യ അല്ല ആരും പരിഹാരം. ആത്മഹത്യ കൊണ്ട് നിന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരവുമില്ല. നീ ദൈവസ്നേഹത്താണ് വീട് കടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിലവിളിക്കുന്നെങ്കിൽ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ വേദനകൾ നീക്കുവാൻ, നിന്റെ നൊമ്പരങ്ങളെ നീക്കുവാൻ, നിന്റെ ആകുലതകളെ നീക്കി നിന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്ന നിങ്ങളെല്ലാം നിങ്ങളുടെ മൺപാത്രമാകുന്ന ശരീരത്തിനകത്ത് ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയണം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകളെ നീ കുഴിച്ചു കൂടരുത്. 5 താലന്ത് കിട്ടിയവർ 5 കൂടെ നേടി, 2 താലന്ത് കിട്ടി 2 കൂടെ നേടി, 1 താലന്ത് കിട്ടിയവർ കുഴിച്ചുകൂടി. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം നിങ്ങൾ വായിക്കും 25-ന്റെ ഹല്ലേലൂയ സ്തോത്രം 14 തൊട്ട് നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ താലന്തുകളുടെ ഉപമ കാണാൻ കഴിയും. 5 കിട്ടിയവൻ 5 കൂടെ നേടുന്നു, 2 കിട്ടിയവൻ 2 കൂടെ, 1 കിട്ടവൻ കുഴിച്ചു കൂടുന്നു. അതുകൊണ്ട് നിന്റെ താലന്തുകളെ നീ കുഴിച്ചു കൂടാതെ നീ അത് വ്യാപാരം ചെയ്യണം. ഹല്ലേലൂയ. അത് വർദ്ധിപ്പിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതുവകൽ സങ്കടപ്പെട്ട് വേദനിക്കപ്പെട്ട് കണ്ണുനീരിലെ ദുഃഖത്തിന് നനിയുടെ മാനസികമായി തകർന്ന അനുഭവത്തിനാണോ നീ കടന്നു പോകുന്നത്? സാമ്പത്തികം ഞെരുക്കണോ? കടക്കണിയാണോ? കടക്കാരൻ നിന്നെ വന്ന് അസഭ്യം പറയുന്നുണ്ടോ? കടക്കാരൻ നിന്റെ ഭവനത്തെ ജപ്തിക്ക് ബാങ്കുകൾ കടന്നു വരുന്നുണ്ടോ? ലോൺ അടയ്ക്കാൻ മാർഗമില്ലാത്ത സാഹചര്യത്തിലാണോ? മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ലാത്ത അനുഭവമാണോ? നീ രോഗിയാണോ? വിവിധ നിലയിൽ നീ കഷ്ടം സഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ പ്രവാചക ശിഷ്യന്റെ ഭവനത്തെ അനുഗ്രഹിച്ച പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവമുണ്ട്. ആ കർത്താവ് നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുന്ന കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യം 800 കോടിയിലധികം ജനം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന സകലരെയും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തരശന യാചി റോട്ടിന്റെ ചോട്ട തടവറയിലായിരിക്കുന്ന കർത്താവി എല്ലാ ജനത്തെയും അവർ പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, കടക്കണികൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കുടുംബ ഭാരങ്ങൾ, ദേശത്തും വിദേശത്തും കഷ്ടം സഹിക്കുന്നത്, ബിസിനസ്സിലെ പരാജയങ്ങൾ, കടക്കണികൾ, ജപ്തി നടപടികൾ, മാരകമായ രോഗങ്ങൾ, ഖദീരരായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. 2 അറ്റം കൂട്ടിമുട്ടിക്കുവാൻ വളരെ ഭാരപ്പെടുന്ന അനവധി കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവി ജനത്തിന്റെ കഷ്ടങ്ങൾ മാറി, പ്രതിസന്ധികൾ മാറി, സകല ജനത്തെയും അനുഗ്രഹിക്കണമേ. മുഖപക്ഷം കൂടാതെ എല്ലാ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവി ലോകമെമ്പാടുള്ള സകല ജനത്തെ നിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ തടിയില് ദൈവം പിടിപ്പിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും പൻസ് ലഹരിക്ക് വടിവപ്പെട്ട് കിടക്കുന്ന അനവധി കുടുംബങ്ങൾ കർത്താവി യഥാർത്ഥയിലും അശുദ്ധിയിലും ജീവിക്കുന്നവർ ഈ ദിവസം മടങ്ങി വന്ന മാനസ ഹൃദയശുദ്ധീകരണത്തോടെ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ, ജീവിതത്തിന്റെ ക്ലേശങ്ങൾ വിടുതലായിപ്പാൻ, മഹാരോഗത്താൻ ഭാരപ്പെട്ട് കർത്താവി മരണത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുവാൻ, ദൈവങ്ങളിൽ ശാപങ്ങൾ മാറിപ്പോകട്ടെ. വ്യഭിചാര മന്ത്രവാദ കൂടോത്ര ശുദ്രശക്തി, ദുർമന്ത്രവാദ സേവയുടെ ശക്തികൾ, ഭവനത്തോട് തലമുറയോട് വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ചതിനെ ചെവിടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ സകല ജനത്തെ വിടുവിക്കണമേ. സകലത്തുമില്ല നിങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തിയാട്ട് നീതിരകര നീട്ടിയതിനായി സ്വോത്രം. സകല ജനത്തെ അനുഗ്രഹിച്ച ദൈവമക്കളെ, ദൈവദാസന്മാരെ, കേരളത്തിൽ, ഭാരത വിദേശ രാജ്യങ്ങളുള്ള തലമുറയെ ദൈവം അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുത്തട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.